ഹലോ ഓൾ. നമ്മൾ ഇന്ന് എമർജൻസി പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പഠിക്കാൻ പോകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏതൊരു എക്സാം എടുത്ത് നോക്കിയാലും എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്നൊരു ഏരിയ ആണ് എമർജൻസി പ്രൊവിഷൻസിനെ പറ്റിയിട്ട്. ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് എമർജൻസി പ്രൊവിഷൻസിനെ പറ്റിയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ട് 18 ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ 3 ടൈപ്പ് ഓഫ് എമർജൻസീസിനെ പറ്റിയിട്ടാണ് പറയണം. ഒന്ന് നാഷണൽ എമർജൻസി, രണ്ടാമത്തെ സ്റ്റേറ്റ് എമർജൻസി ആൻഡ് തേർഡ് വൺ ഇസ് ഫിനാൻഷ്യൽ എമർജൻസീസ്. അപ്പോൾ ഈ 3 എമർജൻസീസ് ആണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. വലുതാവുന്നതുകൊണ്ട് തന്നെ പാർട്ടായിട്ട് നമുക്ക് പഠിക്കാം. എന്തിനാണ് ഇങ്ങനെയുള്ള എമർജൻസി പ്രൊവിഷൻസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തേക്കെന്ന് നോക്കാം. അതായത് ഒരു എക്സ്ട്രാordinary സിറ്റുവേഷൻ കണ്ടോ, ഒരു എക്സ്ട്രാordinary സിറ്റുവേഷൻ വരുന്ന സാഹചര്യത്തിൽ, അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സ്റ്റേബിലിറ്റിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷനോ ത്രെട്ടൻ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാordinary സിറ്റുവേഷൻ വരാണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനുകൾ ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെയുള്ള എമർജൻസി പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ളത്. സോ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ കണ്ടെയ്ൻസ് എമർജൻസി പ്രൊവിഷൻസ് ടു ഡീൽ വിത്ത് എക്സ്ട്രാordinary സിറ്റുവേഷൻസ് ദാറ്റ് ത്രെട്ടൻ ദ സെക്യൂരിറ്റി. ഒന്നില്ലെങ്കിൽ രാജ്യത്തിന്റെ സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ സ്റ്റെബിലിറ്റിയോ, അതോ അല്ലെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ കണ്ടീഷനോ, നമ്മുടെ രാജ്യത്തിന്റെ ഫിനാൻഷ്യൽ കണ്ടീഷന് ത്രെട്ടൻ ചെയ്യുന്ന രീതിയിൽ വരുന്ന സമയങ്ങളിൽ നമുക്ക് അങ്ങനെ ഡീൽ ചെയ്യാനാണ് ഈ എമർജൻസി പ്രൊവിഷൻസ് കൊടുത്തിട്ടുള്ളത്. 3 ടൈപ്സ് ആണ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 ടൈപ്സ് ആണ്. ഇത് നമുക്ക് പഠിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ കണ്ടോ ആഡ് ചെയ്യുക, 4 ആഡ് ചെയ്താൽ മതി. അതായത് 352 നിന്ന് 4 ആഡ് ചെയ്യുമ്പോൾ 356 ആയി, അതിൽ നിന്ന് 4 ആഡ് ചെയ്യുമ്പോൾ 360. അപ്പം നമുക്ക് ഈസി ആയിട്ട് ഇത് ഓർത്തു വെക്കാൻ പറ്റും. നാഷണൽ എമർജൻസി ഏറ്റവും മുകളിൽ നമ്മൾ ആലോചിക്കുക നാഷണൽ ആണ്, അത് 352 ആണ്. തൊട്ട് താഴെ സ്റ്റേറ്റ് എമർജൻസി 356 ആണ്, ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. ഇങ്ങനെയാണ് നമ്മളുടെ എമർജൻസി പ്രൊവിഷൻസിന്റെ ആർട്ടിക്കിൾ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നാഷണൽ എമർജൻസി ആണ്. ഇന്ത്യൻ പ്രസിഡന്റ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്നത് 3 കാര്യങ്ങളുടെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഈ 3 സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുമ്പോഴാണ്. ഒന്ന് ഒരു വാറോ, എക്സ്റ്റേണൽ അഗ്രഷനോ, അല്ലെങ്കിൽ ആംഡ് റിബല്യനോ. ഈ ആംഡ് റിബല്യൻ എന്ന് പറയുന്നത് നേരത്തെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് ആയിരുന്നു. ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നുള്ളൊരു കാര്യം റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ആംഡ് റിബല്യൻ എന്ന് പറയുന്ന ഒരു ടേമിലേക്ക് വന്നത്. ഇത് ഇങ്ങനെ ഒരു ചേഞ്ച് വരുത്തിയത് 44th അമെൻമെന്റിലാണ്. അപ്പോൾ ഈ 44th അമെൻമെന്റ് ആണ് ഈ ഒരു എമർജൻസി പ്രൊവിഷൻസിനെ ഒക്കെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അമെൻമെന്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യത്തിലും പഠിക്കുമ്പോഴും ഈ 44th അമെൻമെന്റ് ഇനി നമ്മൾ പറയും. അപ്പോൾ ഈ ഒരു അമെൻമെന്റ് പ്രകാരം വഴിയാണ് ആംഡ് റിബല്യൻ ആയത്. അതായത് നേരത്തെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നായിരുന്നത് ആംഡ് റിബല്യൻ ആവുന്നത് 44th അമെൻമെന്റിലാണ്. അപ്പൊ ഈ 3 കാര്യങ്ങളുടെ ബേസിസിൽ ഈ 3 സിറ്റുവേഷൻസ് അറൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇതിന്റെ ആക്ച്വൽ ഒക്കറൻസ് വേണം എന്നില്ല. ഓക്കെ, ആക്ച്വൽ ഒക്കറൻസിന് മുൻപായിട്ടും എന്ത് ചെയ്യാം, പ്രസിഡന്റിന് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറ്റും. ഇന്ത്യയിൽ 3 പ്രാവശ്യമാണ് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിട്ടുള്ളത് ഇതിനു മുൻപ്. ഒന്ന് 1962 ഇന്ത്യ ചൈന വാറിന്റെ സമയത്തും, രണ്ടാമത്തേത് 1971 ഇന്ത്യ പാകിസ്ഥാൻ വാറിന്റെ സമയത്തും, അതുപോലെ തന്നെ ലാസ്റ്റ് 1975 ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന സമയത്ത് എമർജൻസി ഡിക്ലെയർ ചെയ്തതാണ്, ഇന്റേണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ 3 പ്രാവശ്യം മാത്രമാണ് ഇന്ത്യയിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇന്ത്യൻ പ്രസിഡന്റിന് ഇങ്ങനെ ഒരു വാറോ, എക്സ്റ്റേണൽ അഗ്രഷനോ, ആംഡ് റിബല്യനോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുക, ഡിക്ലെയർ ചെയ്യാൻ പറ്റുക. അതിന്റെ മുമ്പ്, ഈവൻ ബിഫോർ ദ ആക്ച്വൽ ഒക്കറൻസ്, എന്ത് ചെയ്യാം, പ്രസിഡന്റിന് വേണമെന്നുണ്ടെങ്കിൽ നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യാം. പക്ഷെ ഇങ്ങനെ ഒരു നാഷണൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് പ്രൈം മിനിസ്റ്ററിന്റെ ഒരു കൺസൾട്ടേഷനോ അല്ലെങ്കിൽ റെക്കമെൻഡേഷന്റെ ബേസിസിൽ മാത്രം ആയിരുന്നു നേരത്തെ ചെയ്തിരുന്നത്. പക്ഷെ ഈ 44th അമെൻമെന്റ് വന്നതിന് ശേഷം ഇത് മാറി. അതായത് പ്രൈം മിനിസ്റ്ററിന്റെ ഒരു റെക്കമെൻഡേഷന്റെ ബേസിസിൽ മാത്രമായിട്ട് നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറ്റില്ല. മറിച്ച് എന്താണ്, ക്യാബിനറ്റിന്റെയും കൂടെ ഒരു റിട്ടൺ റെക്കമെൻഡേഷൻ റിസീവ് ചെയ്തതിന് ശേഷമാണ് നാഷണൽ എമർജൻസി പ്രസിഡന്റിന് പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ്. ഈ 44th അമെൻമെന്റ് വന്നതിന് ശേഷമുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് ആണ് ഈ പറഞ്ഞ റിട്ടൺ റെക്കമെൻഡേഷൻ ഫ്രം ക്യാബിനറ്റ് എന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾക്ക്
ഈ 44th അമെൻമെന്റ് വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള മറ്റ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഡ്യൂറേഷൻ ഓഫ് ദ എമർജൻസി ആണ്. എമർജൻസിയുടെ ഡ്യൂറേഷനിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. 44th അമെൻമെന്റിന്റെ മുൻപായിട്ട് ഒരു എമർജൻസി പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ 2 months ആയിരുന്നു ഫോഴ്സിൽ ഉണ്ടാവുക, റിമെയിൻ ഇൻ ഫോഴ്സ് ഫോർ 2 months. പക്ഷെ വൺസ് എന്താണ് പാർലമെന്റ് ഈ ഒരു എമർജൻസി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഇത് കണ്ടിന്യൂ ചെയ്തു പോകും. അതായത് റിന്യൂ ചെയ്യൊന്നും വേണ്ട. വൺസ് ആ 2 months കഴിഞ്ഞിട്ട് പാർലമെന്റ് അത് അപ്രൂവ് ചെയ്യാണ്, അങ്ങനെ ഒരു എമർജൻസി അപ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര നാൾ വേണമെങ്കിലും ആ എമർജൻസി അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകും എന്നുള്ളതാണ്. ബട്ട് ആഫ്റ്റർ ദ 44th അമെൻമെന്റ് ഈ ഒരു പവർ കർട്ടേൽ ചെയ്യാണ് ചെയ്തത്. അതായത് ഈ ഒരു പവർ ഇപ്പം ഇല്ല. അതായത് എമർജൻസി അൺനെസസറിലി ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നതിന് ഒരു സ്റ്റോപ്പ് കൊടുത്തൊരു സംഭവമാണ് 44th അമെൻമെന്റ്. അപ്പൊ ഈ ഒരു 44th അമെൻമെന്റിന് ശേഷം വൺസ് എമർജൻസി പ്രൊക്ലെയിം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫസ്റ്റ് ഇൻസ്റ്റന്റിൽ 1 മാസം മാത്രമായിരിക്കും ഫോഴ്സിൽ ഉണ്ടാവുക. ആൻഡ് വിത്തിൻ ദിസ് 1 month പാർലമെന്റ് ഇത് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു 6 മാസത്തേക്കും കൂടെ, ഇനി അതിന് മുൻപ് ഈ 6 മാസം തീരുന്നതിന് മുൻപേ വേണമെന്നുണ്ടെങ്കിൽ അത് റിവോക്ക് ചെയ്യാം. പക്ഷെ 6 മാസത്തേക്ക് മാത്രമാണ് വാലിഡിറ്റി. നേരത്തെ പോലെ ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് നാഷണൽ എമർജൻസി നിലനിന്ന് പോവില്ല. ഈ 6 months കഴിഞ്ഞ് ഇനിയും പാർലമെന്റിന് അത് വേണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്യാം. അതായത് എമർജൻസി വേണം എന്നല്ലെങ്കിൽ ഈ ഒരു നാഷണൽ എമർജൻസി ഇനിയും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാർലമെന്റിന് അടുത്തൊരു 6 monthsലേക്കും കൂടെ അത് റിന്യൂ ചെയ്യാം. 6 months മാത്രം ഇങ്ങനെ റിന്യൂ ചെയ്ത് വേണം നമ്മൾ കൊണ്ടുപോകാൻ. അല്ലാതെ 44th മുമ്പ് ഉണ്ടായിരുന്ന പോലെ ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്ക് എമർജൻസി നിൽക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ ഈ ഒരു എമർജൻസി പവർ അബ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സേഫ് ഗാർഡ്സ് ഉണ്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞത് തന്നെയാണ്, മിനിസ്റ്റർ അതായത് ക്യാബിനറ്റിന്റെ ഒരു അപ്രൂവൽ വേണം എന്നുള്ളത്. അത് തന്നെയാണ് ഫസ്റ്റ് പോയിന്റ്. അതായത് ഇങ്ങനെ ഒരു പ്രൊക്ലെയിം ചെയ്യണം അല്ലെങ്കിൽ നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്യണം എന്നുണ്ടെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ അഡ്വൈസിലായിരിക്കണം ഇത് എക്സസൈസ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആരാണ്? പീപ്പിൾ, റെപ്രസെന്റേറ്റീവ്സ് ഓഫ് ദ പീപ്പിൾ ആണ് അല്ലെ. അപ്പൊ അവരുടെ ഒരു കൺസെന്റ് അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് എന്നല്ല, അവരുടെ ഒരു അഡ്വൈസിന്റെ ബേസിസിലായിരിക്കണം ചെയ്യേണ്ടത്. അപ്പൊ അതൊരു ഈ ഒരു എമർജൻസി പ്രൊവിഷൻ അബ്യൂസ് ചെയ്യുന്നതിൽ നിന്നും സേഫ് ഗാർഡ് ചെയ്യുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഇറ്റ് മസ്റ്റ് ബി ലേഡ് ഡൗൺ ബിഫോർ ദ പാർലമെന്റ് ആൻഡ് കനോട്ട് റിമെയിൻ ഇൻ ഫോഴ്സ് ബിയോണ്ട് 1 month വിത്തൗട്ട് ഇറ്റ്സ് അപ്രൂവൽ. അതായത് ഇങ്ങനെ പ്രസിഡന്റ് ഒരു നാഷണൽ എമർജൻസി പ്രൊക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 1 monthലേക്കാണ് അത് ഫോഴ്സിൽ നിൽക്കുക. അതിനുള്ളിൽ ഈ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തത് പാർലമെന്റിന്റെ മുൻപിൽ എത്തും അല്ലെ. എന്നിട്ട് അവരാണ് അത് അപ്രൂവ് ചെയ്യുക. അവർക്ക് അത് അപ്രൂവ് ചെയ്യാനുള്ള പവറും ഉണ്ട്, അത് വേണ്ടാന്ന് വെക്കാനുള്ള പവറുണ്ട്. അപ്പൊ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 monthലേക്ക് നിൽക്കും. പിന്നീട് ഉള്ള 6 months അവർക്ക് വീണ്ടും അവർക്ക് തോന്നാണ് നാഷണൽ എമർജൻസി വേണം തോന്നുകയാണെങ്കിൽ ദേ ക്യാൻ റിന്യൂ ഇറ്റ്. അപ്പൊ ഇങ്ങനെയാണ് ഈ 2 കാര്യങ്ങളാണ് ഈ ഒരു അബ്യൂസിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ 44th അമെൻമെന്റ് പ്രകാരം വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എഫക്ട്സ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ആണ്. എമർജൻസി പ്രൊക്ലെയിം ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ എഫക്റ്റുകൾ എന്നുള്ളതാണ് പറയണം. ഒന്നാമത്തെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസിനെ എങ്ങനെയാണ് എമർജൻസി എഫക്ട് ചെയ്യുന്നത്. രണ്ടാമത്തത് ലോക്സഭയുടെയും അതുപോലെ സ്റ്റേറ്റ് അസംബ്ലിയുടെയും ലൈഫിനെ ഇതെങ്ങനെ എഫക്ട് ചെയ്യുന്നു. മൂന്നാമത്തത് നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എങ്ങനെയാണ് നാഷണൽ എമർജൻസി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു എമർജൻസി പ്രൊക്ലെയിം ചെയ്യുമ്പോൾ എന്തൊക്കെ എഫക്ട്സ് ആണ് ഉണ്ടാവുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എഫക്ട് ഓൺ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആണ്. അപ്പൊ ഫസ്റ്റ് എക്സിക്യൂട്ടീവ് ആണ്. അപ്പൊ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എമർജൻസി സമയത്ത് സെന്റർ ബിക്കംസ് മോർ പവർഫുൾ. അതായത് സ്റ്റേറ്റിനെ വെച്ച് നോക്കുമ്പോൾ സെന്റർ ബിക്കംസ് മോർ പവർഫുൾ അല്ലെ. ഈ ഒരു എമർജൻസി ഡ്യൂറേഷനിൽ സെന്ററിന് they becomes entitled to give executive directions to a state on any matters. എന്ത് മാറ്റേഴ്സിന്റെ മേലിലും ഡയറക്ഷൻസ് കൊടുക്കാനായിട്ട് സെന്ററിന് they are entitled അല്ലെങ്കിൽ അവർക്ക് അതിനുള്ളൊരു പവർ ഉണ്ടെന്നുള്ളതാണ്. So during a national emergency, the executive power of the center extends to directing any state regarding the manner in which its executive power is to be exercised. ആ ഒരു എക്സിക്യൂട്ടീവ് പവേഴ്സ് എക്സസൈസ് ചെയ്യാനുള്ള ആ ഒരു മാനറിൽ ഇവർക്ക് പവർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതായത് അവർ സെന്ററിന്റെ മേളിൽ സെന്ററിന്
സ്റ്റേറ്റിനെ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു പവർ ആണ് ആ സമയത്ത് കിട്ടുന്നത്. ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആർ ബ്രോട്ട് അണ്ടർ ദ കംപ്ലീറ്റ് കൺട്രോൾ ഓഫ് ദ സെന്റർ, ദോ ദേ ആർ നോട്ട് സസ്പെൻഡഡ്. അല്ലെ, സ്റ്റേറ്റ് ഗവൺമെന്റ് സസ്പെൻഡ് ചെയ്യപ്പെടും അങ്ങനെ ഒന്നുമില്ല, പക്ഷെ സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റിനെ ആ ഒരു സെന്ററിന്റെ അണ്ടറിൽ കംപ്ലീറ്റ് കൺട്രോളിൽ കൊണ്ടുവരും എന്നുള്ളതാണ്. രണ്ടാമത്തത് ലെജിസ്ലേറ്റീവ് എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഡ്യൂറിങ് നാഷണൽ എമർജൻസി പാർലമെന്റ് എങ്ങനെയാണ്, ദേ ആർ എംപവർഡ് ടു മേക്ക് laws on any subject matter in the state list. State list നമുക്ക് അറിയാം, സ്റ്റേറ്റ് ലിസ്റ്റും കൺകറന്റ് ലിസ്റ്റും അതേപോലെ യൂണിയൻ ലിസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള സബ്ജക്ട് മാറ്റേഴ്സിൽ സ്റ്റേറ്റ് ആണ് നിയമങ്ങൾ ഉണ്ടാക്കുന്നത്, അല്ലെ, അത് നമുക്കറിയാം. പക്ഷെ ഒരു എമർജൻസി സിറ്റുവേഷനിൽ സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ മേളിലും സെന്ററിന് എന്ത് ചെയ്യാം, ലോസ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ they are empowered to make laws on subjects mentioned in the state list. So although the legislative power of a state is not suspended, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റിന്റെ ലെജിസ്ലേറ്റീവ് പവർ ഒന്നും സസ്പെൻഡ് ചെയ്യപ്പെടുന്നില്ല. The law made by the parliament on this state subject during a national emergency becomes inoperative 6 months after the emergency has ceased to operate. ഒരു എമർജൻസി നിന്നു അല്ലെങ്കിൽ അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു 6 months കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായി, ഈ അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ലോസും അതുപോലെ തന്നെ അവിടെ സസ്പെൻഡ് ആവുകയാണ് ചെയ്യണത്, അല്ലെങ്കിൽ അത് പിന്നെ അതിനൊരു ഇന്നോപ്പറേറ്റീവ് ആവാണെന്നാണ് പറയണത്. ഓക്കെ, ദെൻ ഫിനാൻഷ്യൽ ആയിട്ടുള്ള വരുമ്പോഴേക്കും എങ്ങനെയാന്ന് നോക്കാം. ഇങ്ങനെ ഒരു എമർജൻസി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ the president can modify the constitutional distribution of revenue between center and state. അല്ലെ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റിൽ ഉള്ള ആ ഒരു അവര് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ, ആ ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ചസ് വരുത്താനായിട്ട് പ്രസിഡന്റിന് സാധിക്കും. So this means that the president can either reduce or cancel the transfer of finances from center to state. സെന്ററിൽ നിന്ന് സ്റ്റേറ്റിലേക്ക് പോകുന്നതിന് ആ ഒരു ഫിനാൻസിനെ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനോ അല്ലെന്നുണ്ടെങ്കിൽ അതിന് റെഡ്യൂസ് ചെയ്യാനോ ഒക്കെ ഉള്ള ഒരു പവർ പ്രസിഡന്റിന് ഉണ്ട്. അപ്പൊ ഇതാണ് എഫക്റ്റ് ഓൺ സെന്റർ സ്റ്റേറ്റ് റിലേഷൻസിൽ പറയുന്നത്. അതായത് എക്സിക്യൂട്ടീവ് എങ്ങനെയാണ്, ലെജിസ്ലേറ്റീവ് എങ്ങനെയാണ്, അതുപോലെ ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ എങ്ങനെയാണെന്നുള്ളത്. ഇനി നമുക്ക് എങ്ങനെയാണ് ലോക്സഭയിലെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് അസംബ്ലിയുടെയും ലൈഫിനെ നാഷണൽ എമർജൻസി എഫക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. യൂഷ്വലി എങ്ങനെയാണ് നമ്മൾ ഇലക്ഷൻസ് 5 years അല്ലെ, ലോക്സഭയുടെ ആയാലും സ്റ്റേറ്റ് അസംബ്ലിയൊക്കെ ആയാലും 5 വർഷത്തേക്കാണ് നമ്മൾ തിരഞ്ഞെടുക്കണം. ഈ ഒരു ലൈഫ് എമർജൻസിയുടെ സമയത്ത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്കെന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഇത് നോർമലി ഈ ഒരു ലൈഫ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്നത് ബൈ 1 year ഈച്ച് വെച്ചിട്ടാണ്. അതായത് ഈച്ച് ടൈം 1 year വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷെ വൺസ് ഈ ഒരു നമ്മുടെ എമർജൻസി ഇനോപ്പറേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു ഡേ മുതൽ 6 monthsലേക്ക് എക്സീഡ് ചെയ്യാൻ പാടില്ല ഈ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. അതായത് ഈ 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്താണ്, പുതിയ ഇലക്ഷൻ നടത്തി പുതിയ ഗവൺമെന്റിനെ കൊണ്ടുവരും. അല്ലാതെ വൺസ് എമർജൻസി സ്റ്റോപ്പ് ആയതിനു ശേഷം വീണ്ടും 1 year വെച്ച് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് 6 months വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 6 months ഒരു സമയമാണ്. കാരണം പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ ഇലക്ഷൻ നടത്താന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ ഒരു 6 months ഒരു ബ്രീത്തിങ് ടൈം കൊടുക്കും. അതുവരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. പക്ഷെ 6 months എക്സീഡ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും ലോക്സഭയുടെ ആയിക്കോട്ടെ സ്റ്റേറ്റ് അസംബ്ലിയുടെ ലൈഫ് ആയിക്കോട്ടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതാണ് ലോക്സഭയുടെ മുകളിലും സ്റ്റേറ്റ് അസംബ്ലിയുടെ മുകളിലും അതിന്റെ കാലാവധി എങ്ങനെയാണ് എഫക്ട് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ഇനി ഫണ്ടമെന്റൽ റൈറ്റ്സിനെ എങ്ങനെയാണ് നാഷണൽ എമർജൻസി എഫക്ട് ചെയ്യുന്നതെന്നുള്ളതാണ്. ആർട്ടിക്കിൾ 358ഉം 359ഉം ആണ് എങ്ങനെയാണ് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മുകളിൽ നാഷണൽ എമർജൻസി എഫക്ട് ചെയ്യുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ എഫക്ട് എങ്ങനെയാണെന്നുള്ളത്, നാഷണൽ എമർജൻസിയുടെ എഫക്ട് എങ്ങനെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ മുകളിൽ എന്നാണ്. 358ലാണ് നമ്മുടെ ആർട്ടിക്കിൾ 19ന്റെ സസ്പെൻഷനെ പറ്റിയിട്ട് പറയുന്നതും 359ല് ആർട്ടിക്കിൾ 20യുടെയും 21ന്റെയും സസ്പെൻഷനെ റിലേറ്റ് ചെയ്തിട്ടും ഡീൽ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം 358 നോക്കാം. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ടു ഫ്രീഡം ആണ് അല്ലെ. അപ്പോൾ ഈ പറയുന്ന 358ന്റെ അണ്ടറിൽ നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് അണ്ടർ ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടാണ് ചെയ്യണം. സോ ഈ ഒരു ആർട്ടിക്കിൾ പ്രകാരം ഒരു എമർജൻസി പ്രൊക്ലെയിം ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന 6 ഫണ്ടമെന്റൽ റൈറ്റ്സും ആർട്ടിക്കിൾ 19ന്റെ അണ്ടറിൽ പറഞ്ഞിട്ടുള്ള 6 ഫണ്ടമെന്റൽ റൈറ്റ്സും ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു
സെപ്പറേറ്റ് ഓർഡറോ കാര്യങ്ങളോ ഒന്നും ഈ പറയുന്ന ആർട്ടിക്കിൾ 19 അണ്ടറിലുള്ള കാര്യങ്ങൾ സസ്പെൻഡ് ചെയ്യാൻ ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി നമ്മൾ എമർജൻസി പ്രൊക്ലെയിം ചെയ്യുമ്പോൾ ഇതും ഓട്ടോമാറ്റിക്കലി സസ്പെൻഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ്. സോ വെൻ ദ നാഷണൽ എമർജൻസി ceases to operate, Article 19 automatically revives and comes into force. അതായത് വൺസ് നാഷണൽ എമർജൻസി സ്റ്റോപ്പ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇനോപ്പറേറ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? തിരിച്ച് ഈ ആർട്ടിക്കിൾ 19 റിവൈവ് ചെയ്യും, തിരിച്ചത് ഫോഴ്സിൽ കൊണ്ടുവരികയും ചെയ്യും. എപ്പോൾ അത് നാഷണൽ എമർജൻസി വരുന്നോ അപ്പോൾ സസ്പെൻഡ് ആവും, തിരിച്ച് എപ്പോൾ നാഷണൽ എമർജൻസി നമ്മൾ ഇനോപ്പറേറ്റീവ് ആക്കുന്നോ അപ്പോൾ ഈ ആർട്ടിക്കിൾ ഫോഴ്സിലും വരും. അപ്പൊ ഇങ്ങനെയാണ് ആർട്ടിക്കിൾ 19. ബട്ട് ഈ 44th അമെൻമെന്റ് ആക്ട് വന്നതോടുകൂടി തന്നെ നമ്മളുടെ 358-ൽ 2 ഇമ്പോർട്ടൻറ്റ് ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. സോ അതിൽ ഒന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ the 6 fundamental rights under Article 19 can be suspended only when the national emergency is declared on the ground of war. ഒന്ന് വാറിന്റെ ഗ്രൗണ്ട്സിലും അതുപോലെ തന്നെ ഓർ എക്സ്റ്റേണൽ അഗ്രഷൻ, ഈ 2 കാര്യങ്ങളുടെ മുകളിൽ മാത്രം എമർജൻസി പ്രഖ്യാപിക്കുകയാണെങ്കിൽ മാത്രമാണ് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടുള്ളൂ എന്നാണ് നമ്മുടെ 44th അമെൻമെന്റിൽ പറയുന്നത്. അല്ലാതെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഇന്റേണൽ ആംഡ് റിബല്യന്റെ ബേസിസിലൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ആർട്ടിക്കിൾ 19 സസ്പെൻഡ് ചെയ്യപ്പെടില്ല. അപ്പൊ അതൊരു വലിയ ചേഞ്ച് ആണ് 44th അമെൻമെന്റിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എമർജൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് ഉണ്ടല്ലോ, അത് നമ്മൾ പ്രൊട്ടക്റ്റ്, അതായത് കോർട്ടിൽ അത് ചാലഞ്ച് ചെയ്യുന്നതിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് only those laws which are related with the emergency are protected from being challenged and not other laws. മറ്റ് ലോസ് ഒക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യാം, പക്ഷെ എമർജൻസി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള നിയമങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ചാലഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അത് മറ്റു നിയമങ്ങൾക്ക് ഒരു ബാറല്ല. അതായത് മറ്റു നിയമങ്ങൾ നമുക്ക് അപ്പോഴും എന്ത് ചെയ്യാം, നമുക്ക് ചാലഞ്ച് ചെയ്യാം ലോയിൽ എന്നുള്ളതാണ്, കോർട്ടിൽ എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നിട്ടുള്ള 44th അമെൻമെന്റ്. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 359 ആണ്. 359 എന്ന് പറയുന്നത് സസ്പെൻഷൻ ഓഫ് അതർ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പ്രസിഡന്റിന് എന്ത് പവർ ഉണ്ട്? റൈറ്റ് ടു എൻഫോഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് സസ്പെൻഡ് ചെയ്യാനുള്ള ഒരു പവറാണ് ആർട്ടിക്കിൾ 359 പറയുന്നത്. സോ ഇറ്റ് എംപവേഴ്സ് ദ പ്രസിഡന്റ് ടു സസ്പെൻഡ് ദ റൈറ്റ് ടു എൻഫോഴ്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിങ് എ നാഷണൽ എമർജൻസി. നാഷണൽ എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് സസ്പെൻഡ് ചെയ്യപ്പെടും. പക്ഷേ നമ്മളുടെ 44th അമെൻമെന്റ് ആക്ട് പ്രകാരം 1978-ല് ഈ ഒരു 359-ന്റെ സ്കോപ്പ് ഒന്ന് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആർട്ടിക്കിൾ 20-ഉം 21-ഉം പറഞ്ഞിട്ടുള്ള ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടല്ലോ, അത് എൻഫോഴ്സ് ചെയ്യുന്നത് സസ്പെൻഡ് ചെയ്യപ്പെടില്ല. പ്രസിഡന്റിന് അത് സസ്പെൻഡ് ചെയ്യാനായിട്ടുള്ള റൈറ്റ് ഇല്ല. ഇതാണ് നമ്മളുടെ 44th അമെൻമെന്റ് ആക്ട് പ്രകാരം വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമർജൻസി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് മാത്രമാണ് കോർട്ടിൽ ചാലഞ്ച് ചെയ്യുന്നതിന് പ്രൊട്ടക്ട് ചെയ്യുന്നത്, മറ്റ് ലോസ് ഒന്നും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളത്. അതും ഈ ഒരു 44th അമെൻമെന്റിൽ ഈ ഒരു ആർട്ടിക്കിളും റിലേറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള 2 റെസ്ട്രിക്ഷൻസ് ആണ്. സോ ആർട്ടിക്കിൾ 20-ഉം 21-ഉം 21 അറിയാലോ, 21 റൈറ്റ് ടു ലൈഫാണ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതുപോലെ തന്നെ 20-ൽ നമ്മളുടെ ഒരിക്കൽ നമ്മൾ ഒരു ഒഫൻസിനെ പണിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സെയിം ഒഫൻസിന് വീണ്ടും പ്രോസിക്യൂട്ട് ചെയ്യാനോ പണിഷ് ചെയ്യാനോ പാടില്ല, അല്ലെ? 2 പ്രാവശ്യം ഒരാളെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. no one should be punished twice for the same offense. അതുപോലെ തന്നെ സെൽഫ് ഇൻക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ടും, പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു ഒഫൻസ് അതൊരു ഒഫൻസ് അല്ലായെങ്കിൽ പിന്നീട് അത് ഒഫൻസായി മാറുകയാണെങ്കിൽ നേരത്തെ അത് കമ്മിറ്റ് ചെയ്ത സമയത്ത് അത് ഒഫൻസ് അല്ലെങ്കിൽ നമുക്കതിന് എന്താ ചെയ്യാൻ പറ്റില്ല, പണിഷ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത്രയാണ് ആർട്ടിക്കിൾ 20-ൽ പറയണത്. അതുപോലെ 21 റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടിയുടെ കാര്യങ്ങളാണ്. ഈ 2 കാര്യങ്ങളുടെയും എൻഫോഴ്സ്മെന്റ് നമുക്ക് സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഈവൻ ദോ നാഷണൽ എമർജൻസി ബാക്കി എല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടാണെങ്കിലും ഈ 2 ആർട്ടിക്കിൾസ് മാത്രം സസ്പെൻഡ് ചെയ്യപ്പെടില്ല എന്നുള്ളതാണ് പറയണത്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളുടെ നാഷണൽ എമർജൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ചെറുതായിട്ടുള്ള പറയാനുള്ളത്. പിന്നെ ഇനി സ്റ്റേറ്റ് എമർജൻസി അതുപോലെ തന്നെ ഫിനാൻഷ്യൽ എമർജൻസീസ് ആണ്. അത് ഞാൻ അടുത്ത പാർട്ടായിട്ട് വീഡിയോ ഇടാം. അപ്പം നമ്മൾ എമർജൻസി പ്രൊവിഷൻസ് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് 44th അമെൻമെന്റ് ആക്ടിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ, എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നാഷണൽ എമർജൻസി റിലേറ്റ് ചെയ്തിട്ടാണെങ്കിലും, അതായത് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്റേണൽ ഡിസ്റ്റർബൻസ് മാറ്റിയിട്ട്
ആംഡ് റിബല്യൻ എന്നാക്കി. അതുപോലെ തന്നെ റിട്ടേൺ റെക്കമെൻഡേഷൻ വേണം. ആരുടെ? യൂണിയൻ ക്യാബിനറ്റിന്റെ റിട്ടേൺ അഡ്വൈസ് ഉണ്ടെങ്കിൽ മാത്രമാണ് പ്രസിഡന്റിന് എമർജൻസി പ്രൊക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ പാർലമെന്റ് വിത്തിൻ 1 month അത് എമർജൻസി അപ്രൂവ് ചെയ്യണം. നേരത്തെ അത് ഏർലിയർ 2 months ആയിരുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ മെജോറിറ്റി റിക്വയർ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഈ നമ്മളുടെ 359 ഒക്കെ സ്കോപ്പ് റെസ്ട്രിക്ട് ചെയ്തത്, അതൊക്കെയാണ് 44th അമെൻമെന്റിൽ മെയിൻ ആയിട്ട് ഈ ഒരു ഏരിയയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ എപ്പോഴും എമർജൻസി പ്രൊവിഷൻസ് പഠിക്കുമ്പോൾ 44th അമെൻമെന്റ് ആക്ടും സ്ട്രെസ് ചെയ്തിട്ട് വേണം പഠിക്കാനായിട്ട്.